നിങ്ങളുടെ നാളെയിൽ നാളെ 1201 വൃശ്ചിക മാസം 14-ാം തീയതി, അതായത് 2025 നവംബർ മാസം 30-ാം തീയതി ഞായറാഴ്ച. നാളെ ഞായറാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:30, അസ്തമയം വൈകിട്ട് 5:56. നാളത്തെ ഞായറാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ദശമി തിഥിയാകുന്നു. അപ്രകാരം തന്നെ നാളത്തെ നക്ഷത്രവും വളരെ ശക്തമായ ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. ഉത്രട്ടാതി നക്ഷത്രം ഉത്രത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാകുന്നു. ഉത്രത്രയം എന്നാൽ നോർമലി സ്വാഭാവികമായും നാം പറയുക പൂരത്രയങ്ങൾ പോലെ പൂരം, പൂരാടം, പുരുരുട്ടാതി. അപ്രകാരം ഉത്രത്രയങ്ങൾ ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി നക്ഷത്രങ്ങളാകുന്നു. അതിന് പുറമെ ഇവിടെ ഉത്രത്രയം എന്ന് പറയുമ്പോൾ 9 നക്ഷത്രങ്ങൾ നമുക്ക് അതിൽ പരിഗണിക്കാം. ഉത്രമത്തം ചിത്ര, ഉത്രാടം തിരുവോണം അവിട്ടം, ഉത്രട്ടാതി രേവതി അശ്വതി. ഈ 9 നക്ഷത്രങ്ങളും എല്ലാ ശുഭാരംഭങ്ങൾക്കും നാം സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഇതിലും തന്നെ ഉത്രം നക്ഷത്രവും ചിത്ര നക്ഷത്രവും നാം സാമ്പത്തികമായ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് സ്വീകരിക്കാറില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകുമെന്ന് പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ വളരെ നല്ല മുഹൂർത്തമുണ്ട്. നാളെ 10 മുതൽ 11:45 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രേക്ഷകർക്ക് വളരെ അനുകൂലമായ സമയമായി സ്വീകരിക്കാം. നാളെ ഉത്രട്ടാതി നക്ഷത്രമാകിയാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം ശനിയാണ്. പൂയമനയുടെ ഉത്രട്ടാതി. അതിനാൽ ശനീശ്വര ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് നീരാഞ്ജനം അല്ലെങ്കിൽ എള്ളിതിരി അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് നെയ്വിളക്ക് സമർപ്പിക്കാം. അങ്ങനെ ചെറിയ ചെറിയ ദോഷങ്ങളിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് താൽക്കാലികമായ മോചനം ലഭിക്കുവാൻ പര്യാപ്തമാകുന്നു മേൽപ്പറഞ്ഞ പ്രാർത്ഥനകൾ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.